പലഹാരങ്ങൾക്ക് ഓർഡർ തരാമെന്ന വ്യക്തി വീടിനുള്ളിൽ എവിടെയായിരുന്നത്? ഡൈനിങ് ടേബിളിന്റെ അടുത്തുള്ള കസേരയില സാറേ. സാറിന് ആദ്യമായിട്ട് ഇഡ്ഡലി ഉപ്പുമാവ് കഴിക്കാൻ തന്നില്ലേ, ആ കസേരയില്. ഓ എന്റെ പൊന്നോ, നമിച്ചു. എന്നിട്ട് അയാൾ ചായ ചോദിച്ചു. അല്ല സാറേ, അല്ല, ചായ വേണോന്ന് ചോദിച്ചു ഞാനാ. അപ്പോഴാ അയാള് പറഞ്ഞത് ഇഞ്ചി ചായ ഇട്ട് തരണോന്ന്. ഓ, ഇവക്ക് ഇത് തന്നെയാണ് സാറേ പണി. ആരെങ്കിലും വീട്ടിൽ എത്തി നോക്കിയാ അപ്പ തുടങ്ങും, ചായ ഇട്ടെ, മുളക് വെച്ചിണ്ടാക്കി തരട്ടെ. എന്നാടി നീ ഏർപ്പാട് നിർത്തണത്? ശ്രീടച്ചൊന്ന് വെറുതെ ഇരുന്നേ. ഒരാള് വീട്ടിൽ കയറി വരുമ്പോ ചായ വേണോന്ന് ചോദിക്കുന്നതിൽ എന്താ ഇത്ര വലിയ തെറ്റ്? അയാള് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ എന്റെ ഇഞ്ചി ചായ നല്ലതാണെന്ന്. അതുകൂടെ കേട്ടപ്പോ എനിക്ക് സന്തോഷായി എന്നുള്ള സത്യം തന്നെയാ. അതെ അതെ, അപ്പൊ അവനങ്ങ് പുകഴ്ത്തിയപ്പോ നീ അങ്ങ് വീണു. ശരി ശരി, ഇനി ബാക്കിയും കൂടി സാറിനോട് പറഞ്ഞ് അവസാനിപ്പിക്ക്. നിനക്ക് തരാനുള്ളത് ഞാൻ ഈ ബാഗിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ട് എടുത്തു തരാം. സാധാരണ ഒരാൾ വീട്ടിൽ വരുമ്പോ ചായ വേണോ എന്ന് ചോദിച്ചാൽ ആദ്യം വേണ്ടെന്ന് പറയും. പക്ഷേ ഇവൻ ചായ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പോ അറിഞ്ഞോ അറിയാതെയോ സരോജാമ്മ ഇഞ്ചി വാങ്ങാൻ പുറത്തേക്കും പോയി. ശരി, ആ ഫയല് വീട്ടിലെവിടെ വെച്ചിരുന്നു? മോളുടെ റൂമിലെ മേശയുടെ ഡ്രോയറിലായിരുന്നു സാർ. മോളത് തുടരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് തുറന്നു നോക്കിയത് പോലും ഇല്ല. പിന്നെ മനസ്സിലായി. അവിടെ വെച്ചിരുന്ന ഫയൽ നഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീലക്ഷ്മി അത് ഇവിടേക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പൊ പിന്നെ ആ ഫയലിലെ കണ്ടന്റ് നഷ്ടപ്പെടാനും നിങ്ങളുടെ പെട്ടിയിൽ നിങ്ങളറിയാതെ 25,000 രൂപ വരാനും സാധ്യത എന്തായിരിക്കും? ഇനി തനിക്ക് എന്താണ് പറയാനുള്ളത് സാൻഡ്ര? താൻ കാണിച്ചത് എത്ര ഹീനമായ പ്രവൃത്തിയാണെന്ന് തനിക്കറിയാമോ? താൻ എന്നെയും എന്റെ കമ്പനിയെയും വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയ്തത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. വർമ്മൻ ഗ്രൂപ്പിലെ എംപ്ലോയീസ് പരസ്പരം എങ്ങനെ പെരുമാറണമെന്ന് എത്രയോ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ജീവനക്കാരനോ ഒരു ജീവനക്കാരിക്കോ ഒരു പ്രശ്നം വന്നാൽ ഒറ്റക്കെട്ടായി നിന്ന് അവരെ സഹായിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് താൻ ചെയ്തതോ? ജീവനക്കാർ ഒരിക്കലും തിരിച്ചു കയറാനാവാത്ത ഓരോ കയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന പ്രവൃത്തി. ശ്രീലക്ഷ്മിയോട് തനിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? അവൾ തന്നോട് എന്ത് തെറ്റ് ചെയ്തു? Can you explain that? യെസ് സർ. എനിക്ക് ശ്രീലക്ഷ്മിയോട് ദേഷ്യമാണ്. പക്ഷെ എന്തിനാണെന്ന് ചോദിച്ചാൽ പറയാൻ കാര്യങ്ങൾ ഒരുപാടാണ്. ഒരുപാട്. സാർ എന്നിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ ഞാൻ തകർത്തുന്ന് സാർ പറഞ്ഞു. ഐ അഗ്രി. പക്ഷേ വർഷങ്ങളായി കമ്പനിക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ച വിശ്വാസത്തെ സാർ അല്പം പോലും തിരിച്ചറിഞ്ഞില്ല. ഈ കമ്പനിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ചവളാണ് ഞാൻ. ഐ വർക്ക്ഡ് ഹാർഡ് ഓൾ ദീസ് ഇയേഴ്സ്. ഞാൻ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത വിശ്വാസത്തെയാണ് അവൾ ഒറ്റ ദിവസം കൊണ്ട് തട്ടിയെടുത്തത്. അതും വെറും 2 രൂപ കോയിന്റെ പേരില്. ആ 2 രൂപയുടെ പേരില് അവൾക്ക് എന്തെല്ലാം ബൂസ്റ്റപ്പാണ് സാർ കൊടുത്തത്. പുതുതായി വരുന്ന ഒരാളെ സഹായിക്കണം സാർ. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷെ അവൾക്ക് സാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സഹായം അൺബിലീവബിൾ. ലോകത്തിൽ ഒരിടത്തും ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് സാർ അവൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾ ആരാണ് സാർ? ഈ കമ്പനിയിലെ വെറും ഒരു എംപ്ലോയി. അവൾക്ക് വേണ്ടി കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ തെറ്റിക്കുന്നതില് കണിശക്കാരനായ രവിചന്ദ്രവർമ്മന് യാതൊരു മടിയുമില്ല ഇപ്പോ. സർ, പിന്നെ സംസാരിക്കാം. പോയിക്കോളൂ. സർ, ഞാനാ. ഓ, ഐ എം സോറി. തന്റെ അച്ഛനും അമ്മയോടെ കാത്തിരിക്കുകയാണല്ലേ? അത് കുഴപ്പമില്ല സർ. സാറും ഓക്കെ ആണല്ലോ അല്ലേ? സാറിന്റെ മുഖം വല്ലാതിരിക്കുന്നു.
അതാ ചോദിച്ചത്. നോ ഇഷ്യൂസ്, ഐ എം ഫൈൻ. യു നോ വാട്ട്, തന്നെ ഇഷ്ടപ്പെടാത്ത ചിലരെങ്കിലും ഈ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമോ? എനിക്ക് പുതിയ അറിവാണ്. സോറി സർ, എന്നെ ഇഷ്ടപ്പെടാത്തവരെ പറ്റി ഞാൻ എന്തിനു ചിന്തിക്കണം? എന്നെ വിശ്വസിക്കുന്നവരെ പറ്റി മാത്രം ഞാൻ ചിന്തിച്ചാ പോരെ? ഓ, ദാറ്റ്സ് കറക്റ്റ്. യു ആർ റൈറ്റ്. ലൈഫ് ഈസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. നമ്മളെ ഇഷ്ടപ്പെടാത്തവരെ പറ്റി ചിന്തിച്ച് നമ്മളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. 100% കറക്റ്റ്. തമ്പ തന്റെ അച്ഛനും അമ്മയെ കാണാം. ദാ എത്തിക്കഴിഞ്ഞു നിന്റെ മാത്രം പ്രിയതമൻ മിസ്റ്റർ രഘുചന്ദ്ര വർമ്മൻ. ഇനി നമുക്ക് പോവാം. നിനക്ക് വേണ്ടി മാത്രം ഓഫീസിലെ പണിക്കടയിൽ പറന്നെത്തിയതാ ഞാൻ. കമോൺ, ലെറ്റ്സ് ഗോ. എവിടെ പോവാൻ മനസ്സിലായില്ല. ആ, അത് കൊള്ളാം. നീയല്ലേ പറഞ്ഞത് നെതർലാൻഡ്സിൽ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോണോന്ന്? ആ, അത് ഞാൻ രാവിലെ തന്നെ ക്യാൻസൽ ചെയ്തു. ഇനി പോണോന്നില്ല. ക്യാൻസലോ? ബട്ട് വൈ? എന്താ രഘു ഇതൊക്കെ? ഇയർ എൻഡ്, GST, IT റിട്ടേൺ, പിന്നെ കുറെ ജോലി ഓഫീസിലുണ്ടെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്ത് പറ്റി? അതെല്ലാം അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയോ? ഓ എന്റെ രേഖ, അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ടല്ലേ ഞാനിപ്പോ വന്നത്. സി, എപ്പോഴും എനിക്കിങ്ങനെ വരാൻ പറ്റില്ല. അതുകൊണ്ട് സാരമില്ല, രഘുവിന് തോന്നുമ്പോ വരാം, പോവാം. I don't want to question you. ഏയ് കമോൺ. എന്താ രേഖ ഇതൊക്കെ? നീ തമാശ കളിക്കുകയാണോ ഈ സമയമില്ലാത്ത സമയത്ത്? എന്നാ ഞാൻ തമാശ നിർത്തി സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആ, നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇപ്പോ? എന്നോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം? ഏയ് അങ്ങനെയൊന്നുമില്ല രേഖ. എന്ത് പ്രോബ്ലം? അതും നിന്നെ അറിയിക്കാതെ. Are you sure? കള്ളം പറയരുത്. ഓക്കെ, ഫൈൻ. ഞാൻ എന്റെ ചോദ്യം തിരിച്ചെടുത്തിരിക്കുന്നു. ലെറ്റ്സ് ലീവ് ഇറ്റ്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ, പറയാം ഞാൻ. നീ ആരോടും പബ്ലിസിറ്റി നടത്തായിരുന്നാ മതി. ഓഫീസിൽ ഒരു പെൺകുട്ടിയെ പറ്റി നീ കേട്ടിട്ടില്ലേ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയോ? യെസ്, ശ്രീലക്ഷ്മി. അവളൊരു പാവം കുട്ടിയാ. പക്ഷേ ഇപ്പോ അവളുടെ പേരിൽ ഒരു ആരോപണം വന്നിരിക്കുന്നു. ഗുരുതരമായ ഒരു ആരോപണം. മധുരല്ലോ ഇടയ്ക്ക് പറയാറുള്ള ഒരു ശ്രീലക്ഷ്മിയെ കുറിച്ചാണോ രഘു ഈ പറയുന്നത്? അതെ അതെ, ആ കുട്ടി തന്നെ. പക്ഷെ തീയില്ലാതെ പുക വരില്ല രഘു. അവൾ എന്തെങ്കിലും പണി ഒപ്പിച്ചു കാണും, അതാണ് ആരോപണം. നോ രേഖ, എനിക്ക് അവളെ പറ്റി നന്നായിട്ട് അറിയാം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചേട്ടായും അത് തന്നെയാണ് പറയുന്നത്. കാരണം ആരാ തെറ്റിയതെന്ന് ചേട്ടായിക്ക് മനസ്സിലായെന്നാ തോന്നുന്നത്. എന്നോട് പിന്നെ പറയാന്നാ പറഞ്ഞത്. അത് പിന്നീടാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഊഹിക്കാൻ പറ്റും ആരാണ് ഓഫീസിൽ കൃത്രിമം കാണിച്ച് കള്ളം ഒപ്പിക്കുന്നതെന്ന്. രഘു വേണമെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ഇപ്പോഴേ കുറിച്ചു വെച്ചോ. സാന്ദ്ര. അവൾ ഒറ്റ ഒരുത്തിയെ ആ ഓഫീസിൽ എല്ലാം ഒപ്പിച്ചു കൂട്ടുന്നത്. സാന്ദ്രയെ മാറ്റി ഈ ശ്രീലക്ഷ്മി പോസ്റ്റിലിരുത്ത്, എല്ലാം ശരിയാവും. എല്ലാം. ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. പക്ഷെ ഈ തെറ്റ് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതാ, മനസ്സുകൊണ്ട് തീരുമാനിച്ച്. എന്താ മോളെ, അച്ഛന്റെ വാക്കുകൾ നീ ധിക്കരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാ അച്ഛൻ ഈ തീരുമാനമെടുത്തത്. മോളച്ഛനെ തോൽപ്പിക്കില്ലല്ലോ അല്ലേ? വരട്ടെ സാർ, ഞങ്ങൾ ഇറങ്ങുന്നു. സാറിനെ പോലെ തിരക്കുള്ള ഒരാളെ ഒരു ചെറിയ കാര്യത്തിന് പോലും ഞങ്ങളിനി ബുദ്ധിമുട്ടിക്കില്ല. സരോജം, സാർ, ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ഐ അണ്ടർസ്റ്റുഡ് മൈ മിസ്റ്റേക്ക്. ഐ എം സോറി സർ, എക്സ്ട്രീംലി സോറി. ടു ഹെൽ വിത്ത് യുവർ സോറി സാൻഡ്ര. എന്തിനൊക്കെ താൻ സോറി ചോദിക്കാൻ? താൻ സോറി പറഞ്ഞാൽ മാത്രം ചെയ്ത തെറ്റെല്ലാം തെറ്റല്ലാതെ മാറുമോ?
വിശ്വാസം എന്ന വാക്കിന് മുന്നിൽ താൻ 1000 വട്ടം സോറി പറഞ്ഞാലും അത് വിശ്വാസത്തിന് പകരമാവോ? പറയേ, ആവോന്ന്? തന്നോട് തുടക്കം മുതലുണ്ടായിരുന്ന വിശ്വാസത്തെ താൻ ഒരു നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. താൻ ചെയ്ത തെറ്റിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഒരല്പമെങ്കിലും ബോധമുണ്ടായിരുന്നെങ്കിൽ താൻ ഇപ്പോൾ എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു. ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും ന്യായം പറഞ്ഞ് എന്റെ മനസ്സിനെ മാറ്റാമെന്നാണ് കരുതുന്നെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ സാട്ര. യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. ഇനി ഒരു നിമിഷം പോലും താൻ ഈ ഓഫീസിൽ എന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല. ഐ വാണ്ട് യു ടു ക്വിറ്റ്. തനിക്ക് പോകാം. I say get out! Get out! Get out! Get out! Get out! Get out! ഹലോ ഹലോ രാജ. പറയാമേ. അല്ല, നിന്നെ കണ്ടിട്ട് കാലം കുറച്ചായല്ലോ. ഈ വീട്ടിലേക്ക് വരില്ലെന്ന് നീ വല്ല ശബ്ദം എടുത്തിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ലമ്മേ. അല്പം തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട്. എന്നാ പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട്. എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണം. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിന്നോട്. അമ്മേ, അത് വച്ചല്ലോ. അമ്മ ഫോൺ വിളിച്ചെങ്കിൽ എന്തോ കാര്യമുണ്ട്. ഇനിയിപ്പോ രവിക്കെല്ലാം പറ്റിക്കാണോ? ഹേയ്, എന്തു പറ്റ? അവന് പ്രേമപ്പനിയല്ലേ? പ്രേമപ്പനി. വൃത്തികെട്ടവൻ. മാഡം ഓഫീസ് ഒന്നില്ല. എന്താ അത്യാവശ്യമായിട്ട് പാർക്കിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്? കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കണ്ണടച്ചിരിട്ടാക്കരുതെന്ന്. സാർ അത് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സാൻഡ്ര ഇപ്പൊ വർമ്മൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താണ്. ഐ ആം ആൻ ഔട്ട്സൈഡർ നൗ. അതുകൊണ്ട് ഔട്ട്ഡോറിൽ വന്നതെന്ന് സംസാരിക്കാമെന്ന് വെച്ചു. മനസ്സിലായി. പഴഞ്ചൊല്ലും സന്ദർഭോചിതം തന്നെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലക്ഷ്യത്തിലെത്താൻ മാഡം കണ്ടുപിടിച്ച മാർഗം സന്ദർഭോചിതമായില്ല എന്നുള്ളതാണ്. സമ്മതിക്കുന്നു രാജാറാം സർ. പക്ഷെ എന്തിനു ഞാനത് ചെയ്തു? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതെന്താ ആരും അറിയണമെന്ന് ആഗ്രഹിക്കാത്തത്? എന്ത് ന്യായീകരണം പറഞ്ഞാലും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മാഡം ക്രിയേറ്റ് ചെയ്തത്. ആ കുട്ടിക്ക് സ്വന്തം കരിയർ തന്നെ ഇതുപോലെ നഷ്ടപ്പെടുമായിരുന്നു. Who cares? അങ്ങനെ സാൻഡ്രയ്ക്ക് നഷ്ടപ്പെട്ടതൊന്നും ആ ശ്രീലക്ഷ്മിക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല രാജാറാം സർ. അവളെപ്പോലെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ സഹതാപം പിടിച്ചുപറ്റി ഓഫീസിലും നമ്മുടെ സാറിന്റെ മനസ്സിലും കയറിക്കൂടിയവളല്ല ഞാൻ. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സാൻഡ്രയുടെ വാല്യൂ സാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സോറി, ഇവിടെ ഇപ്പോ ഒരു എടുത്തുചാട്ടത്തിനിടയിൽ സംഭവിക്കാവുന്ന കോൺസിക്വൻസുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് സാന്ദ്ര മാഡം ആണെന്ന് ഞാൻ പറയും. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സുദർശനൻ ഫാമിലിയോ രവിചന്ദ്രവർമ്മൻ സാറോ ആരെങ്കിലും യാഥാർത്ഥ്യം അറിയാൻ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നെങ്കിൽ മാഡത്തിന്റെ അവസ്ഥ എന്താവുമായിരുന്നു? അതിനെക്കുറിച്ച് ആലോചിച്ചു മാഡം. 100 കോടിയോളം രൂപയുടെ ടെൻഡറാ കമ്പനിക്ക് നഷ്ടമായിരിക്കുന്നത്. രവിവർമ്മൻ സാർ ഇത്രയല്ലേ പറഞ്ഞോളൂ. ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മാഡം ഇപ്പൊ ലോക്കപ്പിനുള്ളിലാവുമായിരുന്നു. നീ ആദ്യമായിട്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത്. എന്തു പറ്റി? ഞാൻ വെറുതെ അല്ലെന്ന് അച്ഛനറിയാം. ഈ ഞാൻ മനസ്സ് തൊട്ട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. മോളൊരിക്കലും അതൊന്നും മറക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഇങ്ങനെ വെറുതെ വന്ന് ഒറ്റയ്ക്ക് നിന്ന മനസ്സ് കാട് കയറും. അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ മോളകത്ത് പോയിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യും. ഒപ്പം പേപ്പറിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടോ നോക്കണം. ശരി അച്ഛ, ഞാൻ നോക്കിക്കോളാം. അച്ഛൻ പൊയ്ക്കോളൂ.
മുൻപ് പറഞ്ഞതാ ശരി. രവിവർമ്മൻ സാറ് വളരെ വളരെ ഉയരത്തിലുള്ളയാളാ. ഞാൻ എത്ര ശ്രമിച്ചാലും പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തില്. അത്രയും വലിയൊരു മനുഷ്യന്റെ മുൻപില് എന്റെ അച്ഛൻ തല താഴ്ത്തി നിൽക്കുന്നത് ഞാൻ അനുവദിക്കാൻ പാടില്ല. അച്ഛനെ അനുസരിക്കണം. ഇനി അത് വേണം ചെയ്യാൻ. ആ രാജാ, വാ കാപ്പ് കുടിക്കാം. ആ ബെസ്റ്റ്. ഊണ് കഴിക്കേണ്ട സമയത്തോ? എന്ത് പറയാനാ, ഈ വീട്ടിൽ ചിലർക്കൊക്കെ ഉച്ച എടുക്കുമ്പോഴേ വിശന്ന് തുടങ്ങും. അത് നിർബന്ധിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ മാത്രം. മനസ്സിലായമ്മേ, നമുക്ക് നേരെയാക്കി കളയാം. ഇപ്പൊ കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും എടുത്താൽ മതി. ആ എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി നിനക്ക് നല്ലൊരു ജ്യൂസ് റെഡിയാക്കാം. ശരി അമ്മേ. നീ എന്നോട് വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തിനാ? നീ എന്റെ സ്ലേറ്റും പെൻസിലും മോഷ്ടിച്ചുകൊണ്ടുപോയോ? അല്ലെങ്കിൽ കപ്പലിന്റെ മുട്ടായി വാങ്ങിച്ച് കൊതി കാണിച്ചിട്ട് നീ തന്നെ സ്വയം കഴിച്ചു? കുറച്ചുകൂടെ വളർന്നിട്ടാണെങ്കിൽ നീ എന്റെ കാമുകിയെ എന്നിൽ നിന്ന് അടിച്ചു മാറ്റിയോ? എന്തിനാ ഞാൻ നിന്നോട് ദേഷ്യപ്പെടേണ്ട? ഓ, തമാശ പറഞ്ഞതാണല്ലേ. എന്നാലേ സഖാവ് കുട്ടിക്കാലത്തെ ഉദാഹരണങ്ങളിൽ നിന്നൊന്ന് വളർന്നാൽ വലിയ ഉപകാരമാകുമായിരുന്നു. നമുക്കേ പ്രായം അർദ്ധ സെഞ്ചുറി ആവാറായി. അത് നീ മറക്കരുത്. ഞാൻ മറക്കേണ്ടത് മറക്കൂ. നിനക്ക് പറയാൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോ. അത് പറയാം. അതിനുമുമ്പ് പ്രായത്തെക്കുറിച്ച് പറയുമ്പോ നീ ഇങ്ങനെ അസ്വസ്ഥനാകണ്ട എന്നൊരു കാര്യം നീ ഓർത്താൽ നന്നായിരിക്കും. സത്യം പറഞ്ഞ നമ്മൾ രണ്ടാളും നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഓടി നടക്കുമ്പോ നമ്മുടെ വയസ്സ് കൂടുന്നത് നമ്മൾ ഓർക്കുന്നതേയില്ല. നമ്മുടെ ഈ പ്രായത്തിന് ഒരുപാട് കുഴപ്പങ്ങൾ കൂടിയുണ്ട് രവി. നമുക്ക് നേടാൻ പറ്റാത്തതിനൊക്കെ ഓർത്ത് പരിതപിക്കുന്ന പ്രായമാണിത്. ഇപ്പോഴും മധുര 17 നമുക്ക് തോന്നും. ഷുഗറും ബിപിയും ഡയബറ്റീസും വെളുത്ത മുടിയുമൊക്കെ പ്രായത്തെ ഓർമ്മിപ്പിക്കുമ്പോഴും അതിനെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത മനസ്സാ നമുക്കുള്ളത്. സ്റ്റെയർ കേസുകൾ ഓടിക്കയറാമെന്നും ഊർജ്ജസ്വലതയോടെ ക്രിക്കറ്റ് കളിക്കാമെന്നും ഒക്കെ കരുതും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നമ്മുടെ പിന്നാലെ നടക്കുന്നു എന്ന് വെറുതെ ഒരു തോന്നലും ഉണ്ടാകും നമുക്ക് ഈ പ്രായത്തില്. നീ വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. നമ്മൾ വാസ്തവം തിരിച്ചറിയണമെന്ന് മാത്രം. അതെ, ഞാൻ എല്ലാ റിയാലിറ്റിയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ഈ മുഴുനീള പ്രസംഗം കൂടെ കേട്ടപ്പോ സെൽഫ് റിയലൈസേഷൻ പൂർത്തിയായി. ഇനി താങ്കൾക്ക് പോവാം. ഇത് തരാനാ ഞാൻ വന്നത്. വാലന്റൈൻസ് ഡേക്ക് നീ വാങ്ങിപ്പിച്ച ഗിഫ്റ്റ്. ഇനി ഈ മോതിരം എന്റെ കയ്യിൽ വെച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നി. ഇനി നിനക്കത് സൂക്ഷിക്കാം. പക്ഷെ ഇന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. ഇനി മേലാൽ രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. രണ്ടിലൊരാളെ തള്ളിപ്പറയോ ഉപേക്ഷിക്കുകയോ ചെയ്തേ പറ്റൂ. പക്ഷെ ആരെ? രണ്ടാളും എനിക്ക് രണ്ട് കണ്ണുകൾ പോലെയാ. ഏത് കണ്ണിനെ ഞാൻ പൊട്ടിച്ചു കളയേണ്ടത്? ഓർക്കും തോറും ഭ്രാന്ത് പെരുകുക തലയിൽ. നീ തന്നെ എനിക്കൊരു ഉത്തരം പറഞ്ഞതാ പ്ലീസ്. എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ട് ശ്രീ. ഇതിങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് നടന്ന അതോടെ എല്ലാം തീരുമെന്ന് ഉറപ്പാ. പക്ഷേ അങ്കിള് ജോലിക്ക് പോണ്ടെന്ന് മാത്രമല്ലേ നിന്നോട് പറഞ്ഞോളൂ. നിന്റെ സങ്കടം കണ്ട രവിവർമ്മൻ സാറിനെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെയുണ്ടല്ലോ. അത്തരം സംസാരമൊന്നും നടക്കാത്ത സ്ഥിതിക്ക് ഓഫീസ് മറന്നാലും നിനക്ക് രവിവർമ്മൻ സാറിനെ വേറെ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാലോ. മീറ്റ് ചെയ്തിട്ട് അതെത്ര കാലം? നിനക്കിതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ കൃഷ്ണ. I'm almost lost.
ദേഷ്യപ്പെടാതെടി. ദേഷ്യമല്ല കൃഷ്ണ, ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഇനി കമ്പനിയിലെ ജോലിക്ക് പോണ്ടെന്ന് പറയുന്ന അച്ഛനോട് ഞാൻ രവിവർമ്മൻ സാറിനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? സമ്മതിക്കുന്ന പോയിട്ട് വിശ്വസിക്ക പോലുമില്ല അച്ഛൻ. മാത്രല്ല ഇതിനിയും കൂടുതൽ സങ്കീർണമാവുന്നതിന് ഞാൻ തന്നെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ആവും. സാറിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടാതെയാ ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ചത്. അതും ഏറെക്കുറെ ശരിയാണ്. എല്ലാ പ്രേമകഥയും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. ചിലത് തുടക്കത്തിലെ അവസാനിക്കും, ചിലത് പകുതിയിലും. നിന്റെ കാര്യത്തില് പ്രേമം ഇതുവരെ തുടങ്ങിയിട്ടേ ഇല്ലെന്ന് ഞാൻ പറയും. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം അവസാനിക്കുന്ന ലക്ഷണം ഇപ്പൊ ഈ കാണുന്നത്. അതെ, തുടങ്ങും മുമ്പേ അവസാനിക്കുന്ന പ്രേമം. ചിലർക്ക് അങ്ങനെയും തലയിലെഴുത്തുണ്ടെന്ന് തോന്നുന്നു. അറിഞ്ഞോ അറിയാതെയോ ഇടയ്ക്കിടയ്ക്ക് അമ്മയച്ഛനും പറയുന്ന ചില സത്യങ്ങളുണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന നീരേറ്റ് കോളനിയിലെ പാവപ്പെട്ടവള് രവിചന്ദ്രവർമ്മൻ എന്ന ആകാശ സൂര്യനെ മോഹിക്കരുതായിരുന്നു. കൃഷ്ണ, ആന്റി ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് തീർച്ചയല്ലേ? അവര് പുറത്തു പോകുന്നത് കണ്ടിട്ടല്ലേ നിന്നോടും കൂടി വരാൻ പറഞ്ഞത്. നമുക്ക് രണ്ടാൾക്കും കൂടി ഇന്ന് എങ്ങനെങ്കിലും ശ്രീ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പറഞ്ഞു വിടണം. രവിവർമ്മൻ സാറിനെ കൊണ്ട് മീറ്റ് ചെയ്യിപ്പിക്കുകയും വേണം. നീ വാ. നീ എന്താ ഓഫീസിൽ പോകാൻ റെഡി ആയില്ലേ ഇതുവരെ? ഓഫീസിൽ പോകാൻ ഇഷ്ടമല്ലല്ലേ ശ്രീലക്ഷ്മി? ദീപു, നീ മിണ്ടാതിരിക്കെ. എന്തു പറ്റിയടി നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ ചത്തൂത്തിയിരിക്കുന്നത്? ഓഫീസിൽ പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലടി എനിക്ക്. പോയാൽ മറക്കാൻ ശ്രമിക്കുന്ന പലതും വീണ്ടും വീണ്ടും മനസ്സിലേക്ക് തിരികെ വരും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല കൃഷ്ണൻ. തളർന്നു പോവും ഞാൻ. എന്താടി ഇതൊക്കെ? നിനക്ക് ഇത്രയൊക്കെ വിഷമമുണ്ടെങ്കിൽ രവിവർമ്മൻ സാറിന് ഒന്ന് ഫോണെങ്കിലും ചെയ്തൂടെ നിനക്ക്? ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ നീ കരുതുന്നത്? അത് നിനക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ട കൃഷ്ണ. പ്രണയം എത്ര ഒളിപ്പിച്ചു വെക്കുന്നു അത്ര അത് കൂടിക്കൂടിയേ വരൂ. ബന്ധം നമ്മൾ എത്ര ശക്തിയിൽ താഴോട്ട് എറിയുന്നോ അതിന്റെ ഇരട്ടി ശക്തിയിൽ പൊന്തി വരില്ലേ? അതുപോലെ തന്നെ. നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാടി പറഞ്ഞത്? നീ ജീനിയസ് അല്ലേ, ജീനിയസ്. അത് ശരിയാ, ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയുന്നത് ബുദ്ധിജീവികളാ അല്ലേ കൃഷ്ണേ? ദിബുച്ചു നോക്ക് ശ്രീ, നീ ഓഫീസിൽ പോയില്ലെങ്കിൽ വേണ്ട. നിനക്ക് പുറത്തെവിടെങ്കിലും വെച്ച് രവിവർമ്മൻ സാറിനെ മീറ്റ് ചെയ്യാലോ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോണെങ്കിലും ചെയ്യാം. അതോടെ എല്ലാം ശരിയാവും. സിമ്പിൾ സൊല്യൂഷൻ ഇത്. വേണ്ട കൃഷ്ണ. ബ്രദറുള്ളവരുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. സ്വർണ്ണ ചെപ്പാണോ അത്? അത് ബോക്സോ? ഗോപി, യെസ് മാഡം. ബ്രദറുള്ളവരുടെ കയ്യിൽ എന്തോ ഉണ്ടല്ലോ. എന്താ അത്? കയ്യില് അത് വിരലാണ് മാഡം. ഇഡിയറ്റ്. കയ്യില് പിന്നെ വിരലല്ലാതെ തലമുടിയാണോടെ ഉള്ളത്? ബ്രദറിലോ എന്തോ കയ്യിൽ പിടിച്ചിരുന്നു. അതെന്താന്നാ ചോദിച്ചത്? പിടിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോ ഫോണായിരിക്കും മാഡം. ഫോണോ? സ്റ്റുപ്പിഡ്. താൻ കണ്ടിട്ടാണോ ഈ പറയുന്നത്? സോറി മാഡം, ഞാൻ നേരെ ചൊവ്വേ ശ്രദ്ധിച്ചില്ല. എങ്കിൽ പിന്നെ ഓരോന്ന് പറയാൻ നിൽക്കുന്ന എന്തിനാ? യൂസ്ലെസ് ഫെല്ലോ. ഓ.
ഞാൻ അറിയാത്ത എന്തോ ചിലത് നടക്കുന്നുണ്ട് ഇവിടെ. സാരമില്ല, എന്റെ പേര് രേഖ എന്നാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്താണെന്ന്. നമ്മൾ രണ്ടാളും നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മിയെ ഓരോ തവണ കാണുമ്പോഴും നിന്നെപ്പോലെ തന്നെ ആദ്യമായി കാണുന്ന അനുഭവം എനിക്ക്. അവൾക്കും നിന്നെപ്പോലത്തെ മനസ്സ്, നിന്റെ നിഷ്കളങ്കത, നിന്റെ ഗുണമേന്മ, നിന്റെ അതേ വിശുദ്ധി. നീ ഒരിടത്തു നിന്ന് പോയാലും നിന്റെ സുഗന്ധം അടയാളമായി അവിടെ അവശേഷിക്കും. അതുപോലെ അവള് സാന്നിധ്യം കഴിയുമ്പോഴും ഓർമ്മകളിൽ അവൾ നിറഞ്ഞു നിൽക്കും എപ്പോഴും. നീ നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് വേണം കേൾക്കാൻ. നീ നിന്റെ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തിരിക്കണം. എന്നും അച്ഛനും അമ്മയ്ക്കും ഒരു നല്ല മകളായിരിക്കണം നീ. അതാണ് നിന്റെ കർത്തവ്യം, അത് മാത്രം. ഇത് പറയാനല്ലേ സാറ് വന്നത്, ഈ ഉപദേശം തരാൻ? എനിക്കറിയാം സാർ, സാർ എപ്പോഴും അച്ഛന്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് മാത്രമാണ് സംസാരിക്കാറുള്ളത്. മുമ്പൊരിക്കല് എന്റെയും ദീപുവിന്റെയും കല്യാണം ഉറപ്പിച്ചപ്പോഴും സാറ് അച്ഛന്റെ അമ്മയുടെയും തീരുമാനത്തിനാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് സാറ് തിരിച്ചറിഞ്ഞില്ല. അന്ന് സാറിനെ കാണാൻ ഞാൻ പാർക്കിൽ വന്നിരുന്നത് വേറൊരു കാര്യം പറയാനായിരുന്നു. പക്ഷെ അന്ന് സാർ അത് കേൾക്കാൻ തയ്യാറാവാതെ പോയിക്കളഞ്ഞു. എന്നെയും എന്റെ മനസ്സിനെയും ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചിട്ട്. സരോജം, ആദ്യം ഇത് പിടി. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കാശ്? അതൊരു കാര്യമുണ്ട്. രാജനന്ദിനി സാരിക്ക് ഇപ്പൊ സെയിൽസ് വല്ലാതെ കൂടി. സെയിൽസ് കൂടിയതിന്റെ വകയായി സഹദേവ മുതലാളി ചെറിയൊരു കമ്മീഷൻ തന്നു. ഒപ്പം ഇന്നൽപ്പം നേരത്തെ പോരാൻ പെർമിഷൻ കിട്ടി. അത് ശരി. നിങ്ങൾ ഈ കാശ് അവിടെ മേശപ്പുറത്ത് വെച്ചേക്ക്, ഞാൻ പിന്നീട് എടുത്തോളാം. നിനക്ക് എന്ത് പറ്റി സരോജം? കമ്മീഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ മുഖത്ത്. ഓ, എന്ത് സന്തോഷം. ശരിയാണ്, രാജനന്ദിനി സാരിയുടെ സെയിൽസ് കൂടിയപ്പോ കമ്മീഷൻ കിട്ടി. പക്ഷേ എന്റെ മോള് ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ സാരിയാണെന്ന് ഓർക്കുമ്പോ മനസ്സിനൊരു വേദനയാ. ഇന്ന് അവൾ അവിടെ ജോലി ചെയ്യാനില്ല, അതാണ് സങ്കടം. എന്റെ നല്ല മനസ്സിനെ നീ നശിപ്പിച്ചല്ലോ സരോജം. കയ്യിലൽപ്പം കാശ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ വന്നതാ, അത് നീയായിട്ടില്ലാതാക്കി. നീ ഇപ്പൊ എന്തിനാ പഴയ കമ്പനിയുടെ കാര്യം പറയാൻ പോയത്? എന്റെ മനസ്സിന്റെ വിഷമം ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇനി അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എന്താ അതുപോലെ? സരോജം, മോള് വർമ്മൻ കമ്പനി വിട്ട് നിനക്ക് വിഷമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വിഷമം കുറച്ചു ദിവസത്തേക്കേ കാണൂ. നീ നോക്കിക്കോ, നമുക്കും നല്ലൊരു ദിവസം വരും. അല്പം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ, കാത്തിരിക്കാം. പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചാടിക്കടിക്കാൻ വരരുത്. ഇത്രയും വലിയൊരു കമ്പനിയിൽ ജോലി വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമാണെന്നേ ഞാൻ ഇപ്പോഴും കരുതുന്നുള്ളൂ. നിങ്ങളെ മോളോട് കാണിച്ചത് ഭയങ്കര ചതിയായിപ്പോയി, ഭയങ്കര ചതി. ഇപ്പൊ ഈ കാശ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് കുറച്ച് സന്തോഷം. പക്ഷേ
മോൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് സഹിക്കാൻ വയ്യാത്ത സങ്കടം, സഹിക്കാൻ വയ്യാത്ത സങ്കടം. അത് നിങ്ങൾ മറക്കരുത്. യമുന, കയ്യിലെന്ത് നോക്കട്ടെ. ഓ, മുല്ലപ്പൂ. അപ്പോ ബ്രദറിലോ ഓഫീസിൽ പോവാതെ ഇതും കൊണ്ട് എവിടെയോ പോയിട്ട് മടങ്ങി വന്നത്. ഇത് ആർക്കോ കൊടുക്കാൻ കൊണ്ടുപോയി, എന്നിട്ട് അവരെ കാണാനാകാതെ മടങ്ങി വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ബ്രദറിലോയുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നു. മാഡം, ഇത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടാ രവി സാർ പോയത്. അല്പം വെയിറ്റ് ചെയ്യേ. ബ്രദറിലോ എന്തെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ അത് ചെയ്യണമെന്ന് ഈ വീട്ടിൽ നിർബന്ധമൊന്നുമില്ല. യു റിലാക്സ്. അമ്മേ, മഹാമായേ. സുകന്യ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കരിക്കോത്തി അമ്മ അയച്ചിട്ട് വന്നതാണ് ഞാൻ. അമ്മയ്ക്ക് ചേരേണ്ടത് അമ്മയ്ക്ക് തന്നെ എത്തിച്ചേരണം മകളെ. അത് പൂജയായിരിക്കട്ടെ, പ്രസാദമായിരിക്കട്ടെ, പ്രാർത്ഥനയായിരിക്കട്ടെ, പ്രഭാതത്തിൽ വിരിയുന്ന പൂമട്ടായിരിക്കട്ടെ, എന്തു തന്നെ ആയാലും അമ്മയ്ക്ക് ചേരാനുള്ളത് അമ്മയ്ക്ക് തന്നെ നൽകണം നമ്മൾ. ആദ്യത്തെ മഴയ്ക്ക് വിരിയുന്ന ആ മുല്ലപ്പൂക്കളും അമ്മയ്ക്കുള്ളതാണ്. അത് അമ്മയ്ക്ക് തന്നെ നൽകിക്കോളൂ. അമ്മ സന്തോഷത്തോടെ തന്നെ അത് സ്വീകരിക്കും. സാന്ദ്ര മാഡം, ഞാൻ മാഡത്തിനെ പ്ലീസ് രാജാറാം സാർ, സാധാരണ നമ്മൾ ക്ലയൻസിനോട് എക്സ്ക്യൂസ് പറയാറുള്ളത് പോലെ എന്നോട് സംസാരിക്കണമെന്നില്ല പ്ലീസ്. ഞാൻ സാറിന്റെ കോളിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സാർ വിളിച്ചില്ല. ഓഫീസിൽ നിന്ന് പുറത്തായ ശേഷം എന്റെ കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ലാതായി, രാജാറാം സാറിന് പോലും. അതാ ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. പ്ലീസ് തെറ്റിദ്ധരിക്കരുത് സാന്ദ്ര മാഡം. സത്യത്തിൽ തെറ്റെന്റെ ഭാഗത്താ. ഞാൻ വിളിക്കാൻ മറന്നുപോയി. ഐ എം സോറി. ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് തല പുണ്ണാക്കരുത് മാഡം. നാളെ മുതൽ മാഡം ഓഫീസിലേക്ക് വരൂ. എല്ലാം ഓക്കെ ആവും കാര്യങ്ങൾ. രവിവർമ്മൻ സാർ പറഞ്ഞോ എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്താൻ? ഏയ്, രവിവർമ്മൻ സാർ ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറന്നുപോയതുപോലെയാ പെരുമാറുന്നത്. സാർ അത് വിട്ടു. മാഡത്തിന് ഇനി ഓഫീസിൽ വരാം. ഇല്ല സാർ, ഇല്ല. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഇനി ഓഫീസിൽ വരണമെങ്കിൽ രവിവർമ്മൻ സാർ തന്നെ എന്നെ നേരിട്ട് വിളിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആ ഓഫീസിന്റെ നടപടി ചവിട്ടില്ല സാർ. ഐ എം സോറി. ഏയ് കാമോൺ സാന്ദ്ര മാഡം, ഈ ചെറിയ വിഷയത്തെ വെറുതെ വലുതാക്കാൻ നോക്കല്ലേ. ശ്രീലക്ഷ്മി മാഡം സ്വയം ഓഫീസിൽ നിന്ന് ജോലി മതിയാക്കി പോയി കഴിഞ്ഞു. പിന്നെന്തിനാ മാഡം ഇനിയും വീട്ടിലിരിക്കുന്നത്? രവിവർമ്മൻ സാറിന്റെ സ്വഭാവം മാഡത്തിന് അറിയാലോ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു. സാധാരണ പോലെ സാർ അതെല്ലാം പെട്ടെന്ന് മറക്കുകയും ചെയ്യും. അതുപോലെ മാഡവും ഇത് മറക്കണം. മറന്നാലേ പറ്റൂ. മറക്കാം. പക്ഷെ ഒരു ചോദ്യം, ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ട ഞാൻ ഇനി വിളിക്കാതെ മടങ്ങി വന്നാൽ എനിക്കവിടെ എന്തെങ്കിലും വിലയുണ്ടാവോ? സാർ പറയൂ. നോ രാജാറാം സാർ, നോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി രവിവർമ്മൻ സാർ എന്നെ വിളിച്ചാൽ മാത്രമേ ഞാൻ ആ ഓഫീസിൽ കാലുകുത്തുള്ളൂ.
എന്തിനായാലും താഴ്മയുണ്ടാകണം മകളെ, വിനയം. ആ താഴ്മ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല, പ്രാർത്ഥന മുടക്കാതിരുന്നാൽ എത്രയും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്തയും വീട്ടിലെത്തും. ഇനി ഏതായാലും അഷ്ടമിയെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. അതുകൊണ്ടാണ് അമ്മ തന്നെ നിന്റെ മുൻപിൽ ഈ പ്രസാദം എത്തിച്ചത്. എന്നെ കഷ്ടപ്പാട് സങ്കടവും പറഞ്ഞുകൊണ്ട് ഒരിക്കലും വരില്ല ഞാൻ സാറിന്റെ അടുത്തേക്ക്. ഇതെവിടെങ്കിലും വെച്ചേക്കോ. ഈ പ്രസാദം വാങ്ങും, മകൾക്ക് കൊടുക്കണം. ഇത് അവൾക്ക് അവകാശപ്പെട്ടതാണ്. എന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പറയാനാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. പക്ഷേ നീ നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നോട് കള്ളം പറയുകയായിരുന്നു. എന്നെ സംസാരിക്കാൻ സമ്മതിക്കാതെ നീ പറഞ്ഞു തീർത്ത ഓരോ വാക്കുകളും കള്ളമായിരുന്നു എന്ന് എനിക്കറിയാം. ഇനി എനിക്ക് തെറ്റി നിന്റെ വാക്കുകൾ സത്യമാണെങ്കിൽ വിധി നമ്മളെ ഒരിക്കലും ഒന്നായി ചേർക്കില്ല. പക്ഷെ നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ വിധി തീർച്ചയായിട്ടും നമ്മളെ ഒന്നിപ്പിച്ചിരിക്കും. ഇനി ഞാനെല്ലാം കാലത്തിന് വിട്ടുകൊടുക്കുക. കാലം തന്നെ എല്ലാത്തിനും തീരുമാനമെടുക്കട്ടെ. കാലം തെളിയിക്കട്ടെ നമ്മുടെ പ്രണയം സത്യമാണോ അല്ലയെന്ന്. ഇനിയിപ്പോ കാലം എന്ത് തെളിയിച്ചാലും ഒരു കാര്യം സത്യമാണ് ശ്രീലക്ഷ്മി. I love you. I love you a lot. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഒരുപാട് ഇഷ്ടം. എന്റെ ഈ പ്രണയം കള്ളമാണെങ്കിൽ നിന്നെ ഒരിക്കലും എനിക്ക് സ്വന്തമാക്കാനാകില്ല. പക്ഷേ എന്റെ പ്രണയം സത്യമാണെങ്കിൽ നിന്നെ എനിക്ക് സ്വന്തമായി കിട്ടിയിരിക്കും. അന്ന് സമ്മതിച്ചു തരേണ്ടി വരും നിനക്ക് എന്റെ ഈ പ്രണയത്തിന്റെ സത്യസന്ധതയെ. ശരി, പറഞ്ഞോ, കേൾക്കാൻ റെഡിയാ. കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. ഇപ്പോ ഈ രാത്രിയിൽ നമ്മളൊരു യാത്ര പോകുന്നു. എവിടേക്ക്? എവിടേക്കെങ്കിലും. What do you mean? What I said. നീ ആകെ കലങ്ങി പറഞ്ഞ അവസ്ഥയിലാ. സ്വന്തം തോക്കെടുത്ത് സ്വന്തം തലയിൽ വെടിവെക്കണമെന്ന് വരെ നീ എന്നോട് പറഞ്ഞു. That was a joke. നീ അത് മനസ്സിൽ വെക്കണമെന്നില്ല. സോറി.
ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ആരും ജോക്ക് പറയാറില്ല. എന്നാ ഞാൻ പറയും, മൊത്തം കലങ്ങിക്കിടക്കണമെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്. ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ എന്റെ മനസ്സിനെ തെളിയിച്ചെടുക്കാൻ നിന്റെ ഈ യാത്ര പോക്കൊണ്ടൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് ഡീപ് റൂട്ടഡ് ആൻഡ് സ്ട്രിക്ട്ലി പേഴ്സണൽ. പ്രണയത്തിൽ കലങ്ങിമറിയുന്ന ഒരാൾക്ക് പ്രകൃതി ദൃശ്യങ്ങളും പാട്ടും വെറൈറ്റി ഫുഡും ഒന്നും ഒരു പരിഹാരം നൽകില്ല. ചില മണ്ടന്മാര് താടി വളർത്തി കള്ളും കഞ്ചാവ് ഓടിച്ച് നടക്കും. ഓൾ ദീസ് ആർ ഓഫ് നോ യൂസ് അറ്റ് ഓൾ. പ്രണയത്തിന്റെ ഉള്ളം കലങ്ങലിന് പ്രണയം മാത്രമേ തെളിഞ്ഞു നൽകുകയുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഔട്ട് ഓഫ് യുവർ കൺട്രോൾ. ഒരു ജോലി പോയാൽ മറ്റൊരു ജോലി. അവള് ജനിച്ചപ്പോ തന്നെ വർമ്മൻ ഗ്രൂപ്പിൽ ജോലി ചെയ്തവളാന്ന് നേർച്ചോ നേർന്നിട്ടില്ലല്ലോ. അവളിങ്ങനെ ഓരോന്ന് കാണിക്കുന്നതിന്റെ കാര്യം മറ്റൊന്നാ. അത് നിനക്ക് മനസ്സിലാവില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും. എന്തോന്ന് മനസ്സിലാവൂന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഒന്നും. അല്ലെങ്കിലേ പണ്ട് സഹദേവ മുതലാളി കടയെന്ന് പറഞ്ഞു വിട്ടപ്പോ ഒരു തലച്ചുമടി ജോലിയെങ്കിലും കിട്ടാൻ വേണ്ടി നടന്നലഞ്ഞെന്ന് മറക്കോ നിങ്ങള്? അന്ന് നിങ്ങളെ ഒന്ന് കണ്ടുപിടിക്കാനും സമാധാനിപ്പിക്കാനും ഞാനും മോളും അലയാത്ത സ്ഥലങ്ങളില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഒരു ജോലി പോയാ അടുത്ത ജോലി ഇപ്പൊ കിട്ടുമെന്ന്. കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. സരോജം, എന്റെ പ്രായവും പഠിപ്പല്ലല്ലോ മോൾക്ക്. അവളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് മതി. ഇനി മറുപടി പറഞ്ഞ് വിഷയം വലുതാക്കണമെന്നില്ല. ഒന്നാമതേ ഇന്ന് അഷ്ടമിയ. മോൾക്ക് അസുഖം വരുന്ന ദിവസം. നിങ്ങൾ പോയി അവളോട് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറ. നടക്കട്ടെ, ചെല്ല്. ശരി ശരി ചേച്ചി. എന്താ മോളെ, സുഖമല്ലേ? സുഖാണെങ്കിലേ. ആന്റി, ഞാൻ പോയിട്ട് വരാമേ. ശരി. രവിവർമ്മൻ സാർ എങ്ങനെയോ ഇത്ര കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നത്? കൂടെയുള്ളത് അമ്മയാണെന്നാ തോന്നുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് ഉടൻ നടക്കാറുണ്ടെന്ന് പറയുന്നത് സത്യാണെന്ന് മനസ്സിലായി. രവിവർമ്മൻ സാറ് എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിഞ്ഞതാ. സാറിനെ മറക്കാനോ അകലാനും എനിക്ക് ഈ ജന്മത്തിൽ കഴിയില്ല. ഒപ്പം അച്ഛനെ വേദനിപ്പിക്കാനും. ഞാനിനി എന്താ ചെയ്യേണ്ടേ, എന്താ ചെയ്യരുതാത്തത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദൈവങ്ങളെ.
ഏയ് തേടുന്ന തീരം നീ മൺപാതയെല്ലാം നീ കാണുന്നതെന്തും നീ കടലും നീ രാവും നിലാവും നീ പകലിന്റെ വേഗം നീ പ്രിയമുള്ളതെല്ലാം നീ ഞാനും നീ അല്ല, നീ എന്തോ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഗുഡ് നൈറ്റിനോടൊപ്പം വേറെ വല്ല വാർത്ത കൂടി പറയാനുണ്ടോ നിനക്ക്? ഏയ് അങ്ങനൊന്നുമില്ലെന്നേ. എന്നാലും ഗുഡ് നൈറ്റിനൊപ്പം അമ്മയ്ക്കൊരു താങ്ക്സും പറയണമെന്ന് വിചാരിച്ചിരുന്നു, ബോണസ് ആയിട്ട്. താങ്ക്സോ? അതെന്തിനാണെന്ന് മനസ്സിലായില്ല. അമ്മ ഇന്നെന്നെ അമ്പലത്തിൽ കൊണ്ടുപോയില്ലേ, അതിന് തന്നെ. ആഹാ, അത് കൊള്ളാലോ. ആദ്യം അമ്പലത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ നീയാ ഇപ്പൊ താങ്ക്സ് പറയുന്നു. ആ, ഇതാ പറയുന്നത് ദൈവത്തിന് ശക്തിയുണ്ടെന്ന്. അതെ അമ്മ, ദൈവത്തിന് ശക്തിയുണ്ട്. അദ്ദേഹമാണ് എവിടെ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കണമെന്ന് നിശ്ചയിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രവി, രവി, എന്നാ പിന്നെ നീ നിന്റെ സന്തോഷത്തെ തന്നെ നിക്ക്. നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ, കാണാം രാവിലെ. നീയും ഞാനും ഒരുമിച്ച് അവസാനം വരെ ഉണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു ശ്രീലക്ഷ്മി. നമ്മളല്ലാതെ തീരുമാനിച്ചത് ദൈവം തന്നെയാണ്, സാക്ഷാൽ സർവേശ്വരൻ. മോളെ, 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 എന്തു പറ്റി? മോളെ, മോളെ, ശ്രീ, മോളെ. അച്ഛാ, ഇന്ന് അഷ്ടമിയാ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോള്. സരോജം, നീ പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ. മോളെ, പേടിക്കണ്ട. കുടിക്കുമോളെ.
മോളെ അമ്മേ പെൺകുത്തിനെ കാത്തോളണേ. ദാ, ഇത് പിടിക്കാം. ഒരു സമാധാനം കിട്ടും. നിങ്ങളല്ലേ പറഞ്ഞത് കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച എല്ലാം ശരിയാകുമെന്ന്? എന്നിട്ടിപ്പോ ഇതാ കണ്ടില്ലേ, അഷ്ടമിക്ക് പഴയതുപോലെ മോള് വീണ്ടും വീണ്ടും ദുസ്വപ്നം കാണുകയാ. പേടിച്ച് വരച്ച് തണുത്ത് മഞ്ഞു വെട്ട പോലെ ഇരിക്കും അവള്. നീ വിഷമിക്കാതെ, എല്ലാത്തിനും എപ്പോഴെങ്കിലും ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ സരോജം. നാം അല്പം കാത്തിരിക്കണമെന്നേ ഉള്ളൂ. എല്ലാം ശരിയാവും. ശരിയായേ പറ്റൂ. ദൈവം നിശ്ചയിച്ചതുപോലെയാണ് അമ്പലത്തിൽ വെച്ച് നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയത്. അവിടെയും നീ എന്റെ വാക്ക് കേൾക്കാനോ ഒരു വാക്ക് പറയാനോ നിന്നില്ല. ഇതിനെല്ലാം ഇനിയെങ്കിലും ഒരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. ഒന്നായി ഒഴുകിയ നമ്മൾ രണ്ടായി പിരിഞ്ഞിട്ടിപ്പോ നാളുകളായി. വീണ്ടും നമ്മൾ ഒന്നായി തീരാനുള്ള ഒരേ ഒരു വഴിയാണ് ഈ കടലാസിലുള്ളത്. ഒരവസാന ശ്രമം. നീ തന്ന് ഞാൻ നട്ടുവളർത്തി വിരിഞ്ഞ മുല്ലപ്പൂക്കൾക്കൊരു സത്യമുണ്ടെങ്കിൽ, നീ ഞാനും ഒരുമിച്ച് തൊഴുതു പ്രാർത്ഥിച്ച ദൈവങ്ങൾക്കൊരു ശക്തിയുണ്ടെങ്കിൽ ഈ ശ്രമം വിജയിക്കും. അതല്ല നടക്കുന്നെങ്കിൽ എല്ലാം ദൈവം തീരുമാനിക്കട്ടെ. സാറോ? നമസ്കാരമുണ്ട്. ഗുഡ് മോർണിംഗ്. സാറെന്താ സാറേ ഈ സമയത്ത് ഇവിടെ? അയ്യോ സാറോ? സാറിതെപ്പോ വന്നു? ഇതെന്താ നിക്കുന്നേ? വാ സാർ, ദാ ഇങ്ങോട്ടിരിക്കാം. സരോജം, നീ എന്താ കിടന്ന് വെപ്രാളപ്പെടുന്നത്? വേണമെങ്കിൽ സാർ ഇരുന്നോളും. അതിന് നീ പ്രത്യേകം ക്ഷണിക്കണമെന്നൊന്നുമില്ല. സോറി, ശ്രീലക്ഷ്മിയുടെ അച്ഛന് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് തോന്നുന്നല്ലോ. എനിക്കെന്തിനാ സാർ സാറിനോട് ദേഷ്യം? ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളി ചെന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കുള്ള ദോഷം വരാൻ. ഇവിടെ ഇപ്പൊ എനിക്ക് സാറിനോടല്ല ദേഷ്യം, എനിക്ക് എന്നോട് തന്നെയാ.
സാറിന് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എന്താ ശ്രീലച്ച ഇങ്ങനെയൊക്കെ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ശ്രീലക്ഷ്മി അച്ഛ, എനിക്ക് നിങ്ങളുടെ വികാരം ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതിനെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് നിങ്ങൾ ഓഫീസിൽ വന്നപ്പോ വളരെ ടെൻഷനിലായിരുന്നു എന്ന് എനിക്കറിയാം. കമ്പനിയിൽ ഇനി തുടരണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ മകളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പക്ഷേ കമ്പനിയിൽ നിങ്ങൾക്കറിയാത്ത ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഒരു എംപ്ലോയി രാജിവെക്കുന്നതിന് മുമ്പ് 3 മാസത്തെ നോട്ടീസ് പീരീഡ് നൽകിയിരിക്കണം എന്നാണ് ഒരു നിയമം. അത് നൽകാത്ത സ്ഥിതിക്ക് ശ്രീലക്ഷ്മി 3 മാസം കൂടി കമ്പനിയിൽ ജോലിയിൽ തുടരേണ്ടി വരും. ഇപ്പൊ ഓഫീസിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് മാഡം വീട്ടിലിരിക്കുക. വരുന്നില്ലെങ്കിൽ വരണ്ട, അല്ലാതെ ഞാനെന്ത് പറയാനാ? സോറി രവി, നീ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ പറഞ്ഞു ഒഴിയരുത്. സാന്ദ്ര മേഡത്തിന് ഈ ഓഫീസ് അല്ലാതെ മറ്റൊരു ലോകമില്ല. അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വരെ മാറ്റിവെച്ചിട്ടാണ് വർമ്മൻ ഗ്രൂപ്പിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാം. നോക്ക് രാജാറാം, ഞാൻ അവളോട് ഓഫീസിൽ വരരുതെന്ന് പറഞ്ഞിട്ടില്ല. അവൾ ചെയ്ത വലിയൊരു തെറ്റിന് ഞാൻ ദേഷ്യപ്പെട്ടു, അത് സത്യം. അതിന് അവൾ ഇത്ര വാശി കാണിക്കേണ്ട ഒരാവശ്യമില്ല. താൻ ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ അവക്ക് സ്വയം ഓഫീസിലേക്ക് വരാവുന്നതേ ഉള്ളൂ. അതിന് ഞാൻ തടയില്ല. ഇനിയും അവൾക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് നീ ഫോണിന്റെ കാശ് കളയണമെന്നില്ല. സമയമാകുമ്പോ അവള് വന്നോളൂ. നോ, നീ വിളിക്കാതെ അവര് വരില്ല രവി. ദ മാറ്റർ ഈസ് സീരിയസ്. നീ അവരോട് നേരിട്ട് സംസാരിച്ചാലേ ഈ പ്രോബ്ലം ഇനി സോൾവ് ആവൂ. സോറി, നീ ആ വിഷയം വിട്ടെ. എനിക്ക് ഇവിടെ നിന്നോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ശ്രീലക്ഷ്മി ഉടൻ തന്നെ ഓഫീസിലേക്ക് മടങ്ങി വരികയാണ്. വാട്ട്? ആ കുട്ടി അവളുടെ അച്ഛൻ വന്നല്ലേ? ആ വിഷയമൊക്കെ കഴിഞ്ഞു. എന്താ, വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? നീ ആ മോതിരം മടക്കി തന്നതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി കാണും. എന്നാൽ ഒന്നും അവസാനിച്ചിട്ടില്ല രാജാറാം. ശ്രീലക്ഷ്മി ഉടൻ മടങ്ങി വരികയാണ് നമ്മുടെ അതേ ഓഫീസിലേക്ക്. വരുന്നത് പഴയ ശ്രീലക്ഷ്മി ആയിട്ടല്ല, രാജനന്ദിനി സാരീസിന്റെ ചീഫായിട്ടാണെന്ന് മാത്രം. രവി, എന്താ നീ പറയുന്നത് സത്യമാണ്. ദി ചീഫ് ഓഫ് രാജനന്ദിനി സാരീസ് ഡിപ്പാർട്ട്മെന്റ് ഇനി ശ്രീലക്ഷ്മിയാണ്. ഓക്കെ? ഞാൻ ഫോൺ വയ്ക്കുക. രവി ശക്തമായ തീരുമാനം എടുത്തു കഴിഞ്ഞു. സാന്ദ്ര മേഡം ഇനിയും ഓഫീസിലേക്ക് വന്നില്ലെങ്കിൽ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് പുറത്താകുന്ന തീർച്ചയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? ഹലോ രാജാറാം സർ, ഗുഡ് മോർണിംഗ്. ഹലോ സാന്ദ്ര മേഡം, കേൾക്കാമോ? ശബ്ദം വളരെ ഫീബിൾ ആണല്ലോ. കേൾക്കാം സർ, പറഞ്ഞോളൂ. എന്തുപറ്റി മാഡം? ഈ ശബ്ദത്തിനൊരു വല്ലായ്മയുണ്ടല്ലോ. എന്താ, സുഖമില്ലേ? ഐ എം ഫൈൻ. എന്തുണ്ട് വിശേഷങ്ങൾ സർ, അത് പറയൂ. അല്ല, രവിവർമ്മൻ സാറ് ഇന്ന് ഓഫീസിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ വീട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. വാട്ട്? വീട്ടിലേക്കോ? മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. എനിക്കറിയാമായിരുന്നു രാജാറാം സർ, ഞാൻ ഒരു ദിവസം ഓഫീസിലില്ലെങ്കിൽ സാറിന് വിഷമമാവുമെന്ന്. ഇപ്പൊ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൽ സാർ ഇവിടെ എത്തുമല്ലോ. സോറി സാന്ദ്ര മാഡം, ഞാൻ പറഞ്ഞത് ആവേശത്തിനിടയിൽ മാഡം വ്യക്തമായി കേട്ടില്ലെന്ന് തോന്നുന്നു. രവിവർമ്മൻ സാറ് സാറിന്റെ സ്വന്തം വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നാ ഞാൻ പറഞ്ഞത്, മാഡത്തിന്റെ വീട്ടിലേക്കല്ല. ഓ, ഐ എം സോറി രാജാറാം സർ.
ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഐ എം സോറി. ഡോണ്ട് ബി സോറി സാന്ദ്ര മാഡം. ആക്ച്വലി ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. മാഡം ഇനിയും ഓഫീസിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനാ സാധ്യത. അതുകൊണ്ട് മാഡം എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് മടങ്ങി വരണം. ഇതെന്റെ അഭ്യർത്ഥനയാ. നോ രാജാറാം സർ, ഞാൻ വരില്ല. രവിവർമ്മൻ സർ നേരിട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വരുന്നത് ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ടു ഹാവ് മൈ ഓൺ സെൽഫ് എസ്റ്റീം. സാർ അത് മനസ്സിലാക്കണം. പിന്നെ സാറിന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ സാറ് രവിവർമ്മൻ സാറിനോട് പറയണം, സാറ് വിളിക്കാതെ ഞാനിനി ഓഫീസിലേക്ക് തിരികെ വരില്ല എന്ന്. ഓക്കെ ബൈ. സി യു രാജ.